ചില ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു പുതിയ വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. നമ്മുടെ ഗവൺമെൻറ് ഈ കഴിഞ്ഞ ദിവസം ഒരു തീരുമാനമെടുത്തു. ജയിലിൽ കിടക്കുന്ന തടവുകാർക്ക് അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു. 160 രൂപയിൽ നിന്ന് അത് പൊടുന്നനെ വലിയൊരു തുകയായിട്ട് വർദ്ധിപ്പിച്ചെന്നും പറഞ്ഞാണ് ഇപ്പോൾ പ്രശ്നം നടക്കുന്നത്. വലിയൊരു ചർച്ചാ വിഷയം. സത്യത്തിൽ ഈ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധിയും കൂടെ ജനങ്ങളെ ഒന്ന് അറിയിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം ജനങ്ങളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. അത് ഇങ്ങനെ ഒരു ചർച്ചാ വിഷയം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥമായൊരു സംഭവം എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്ന ഈ 540 അല്ലെങ്കിൽ 560 രൂപ എന്ന് പറയുന്നത് ശരിക്കും ഇയാൾക്കുള്ളതല്ലത്. ഇയാൾക്കുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഇയാൾക്കുള്ളതാണ്. ഞാൻ അതായത് ശരിക്കും ചില വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം ജില്ലയിലും അതുപോലെ ഇടുക്കി ജില്ലയിലുമുള്ള എല്ലാ ജയിലുകളിലും സബ് ജയിലുകളിലും സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ്. പ്രാർത്ഥനയോടൊക്കെയുള്ള ബന്ധത്തിലാണ്. മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുക്കാനായിട്ട് പെർമിഷൻ തരുന്നില്ല. അപ്പം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിമിതമാകുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ സെൻട്രൽ അതല്ല. സെൻട്രലുകൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 ഏക്കറിന് മുകളിലോട്ടാണ് സ്ഥലമുള്ളത്. ആ സ്ഥലത്തിനകത്ത് ഇവരെ പാർപ്പിച്ചിരിക്കുന്ന ഏതാനും ചില കെട്ടിടങ്ങളൊഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം പണ്ട് വിജനമായി കിടക്കുകയായിരുന്നു. അതെല്ലാം ഇപ്പം കൃഷിയിടങ്ങളാക്കി. അങ്ങനെ കൃഷിയിടങ്ങളാക്കി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് പണിയാൻ ആൾ വേണമല്ലോ. കൃഷിയിടങ്ങളാക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചുമ്മാ ഈ സെല്ലിനകത്ത് കിടക്കുക, നിരാശയും. ഇതിനിടയ്ക്ക് പലരും സൈക്കാട്രികളായി മാറും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ പല ജനറൽ ആശുപത്രിയിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരാളാണ് കഴിഞ്ഞ 20 കൊല്ലമായിട്ട്. അപ്പം അവിടെ വന്ന ഒരു ചേച്ചി ഒരു ദിവസം ഞാൻ ചോറും കൊണ്ട് ചെന്നപ്പോഴത്തേനും പൊട്ടിക്കരഞ്ഞു. സാറിൻ്റെ ഈ ഒരു നേരത്തെ ആഹാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാറേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഒന്ന് കരഞ്ഞു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും സങ്കടപ്പെട്ടു. അവരുടെയും കണ്ണു നിറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേച്ചിയുടെ ഏതാണ്ട് 24-25 വയസ്സുള്ള സമയത്താണ് ഒരു പ്രശ്നമുണ്ടായി. ഭർത്താവ് ഒരു കേസിനകത്ത് പെടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതലാളിയും തൊഴിലാളികളെല്ലാം കൂടെ വട്ടത്തിൽ കൂടിയിരുന്ന് കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായി. അവസാനം ഈ ചേച്ചിയുടെ കെട്ടിയവനിട്ട് എല്ലാവരും കൂടെ കൂടി ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് റബ്ബർ കത്തിക്ക് ചേച്ചിയുടെ കെട്ടിയവനൊരു കുത്തു വെച്ച് കൊടുത്തു. ഈ മുതലാളിക്കിട്ട് അയാൾ മരിച്ചുപോയി കഴിഞ്ഞിട്ട് ഈ ചേച്ചിക്കുള്ളത് 3 പെൺകുഞ്ഞുങ്ങളാണ്. 3 പെൺകുഞ്ഞുങ്ങളുള്ളതെന്ന് ആലോചിക്കണം. അവിടെ ഇട്ട് തന്നെ ഈ പുള്ളിക്കാരൻ്റെ കണ്ടമാനം മർദ്ദനമേറ്റിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സംഭവിച്ചത് എന്താണെന്നറിയാമല്ലോ. ഏകദേശം ജയിലിൽ ചെന്നാലും ഒക്കെ ആയിട്ട് അല്ലാതെയും മർദ്ദനങ്ങളൊക്കെ അദ്ദേഹം ഏൽക്കേണ്ടതായിട്ട് വന്നു. ആ ചേച്ചി എന്നോട് പറഞ്ഞ കാര്യം എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടറിയത്തില്ല. മർദ്ദനത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടറിയത്തില്ല. ഏതിരുന്നാലും ഇയാൾ 10-20 കൊല്ലം ജയിലിൽ കിടന്നിട്ട് വന്നിട്ട് പിന്നെ സ്ട്രോക്കായിട്ട് ഒരു സൈഡ് തളഞ്ഞു പോയി. നമ്മൾ ഏതാണ്ട് 100-128 ദിവസം ഇയാൾക്ക് പാലാ ഗവൺമെൻറ് ആശുപത്രി ഭക്ഷണം കൊടുക്കും. 128 ദിവസം ഒന്നും അങ്ങനെ റെഗുലറായിട്ട് കൊടുക്കാൻ പറ്റില്ല. അവർ ഡിസ്ചാർജ് ആക്കും. 20 ദിവസം കൂടുമ്പോൾ ഡിസ്ചാർജ് ആക്കും. വീണ്ടും അഡ്മിറ്റ് ആക്കുമ്പോൾ കാരണം പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെ ആ പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞ് അന്നാണ് ഈ ചേച്ചി എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം ഇങ്ങനെ അത് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരു കുത്തു കൊടുത്തതാണ്. മുതലാളി എന്നുള്ളൊരു കാരണത്താൽ തന്നെ അവരുടെ വീട്ടുകാർ പറഞ്ഞു ഞങ്ങൾ സാക്ഷിയൊന്നും പറയല, നിങ്ങൾ രക്ഷപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞെങ്കിലും അതുങ്ങൾക്ക് കണക്ക് അവസാനം അദ്ദേഹം അകത്ത് തന്നെ പോകേണ്ടി വന്നു. സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതെന്ന് ആലോചിക്കണം. ഇതുപോലെ തന്നെ ഈ ജയിലുകളിൽ വരുന്ന ഒരുപാട് നിരപരാധികളുണ്ട്. നിരപരാധികളെന്ന് പറയുന്നത് നിരപരാധികളല്ല, കൂട്ടുകൂടിയിരുന്ന് കള്ളും കുടിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ്റെ ശത്രുവായിട്ടുള്ള ഒരുത്തം വന്നു കഴിയുമ്പോൾ അവനും അടി കൊടുത്തു. ചിലപ്പോൾ അവൻ്റെ തല പോയി വല്ലോ കല്ലിനിട്ട് പഠിച്ചു, അവൻ ചത്തുപോയി. പോലീസ് പിടിക്കുമ്പം എല്ലാത്തിനും കൂടെ പിടിക്കുള്ളൂ. എല്ലാത്തിനും ഒരുമിച്ച് ശിക്ഷ കിട്ടും. അങ്ങനെ ശിക്ഷ കിട്ടിയിട്ടുള്ള എനിക്ക് പലരെ അറിയാം. എൻ്റെ കൂട്ടത്തിൽ എനിക്കറിയാവുന്നൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. കൂട്ടുകൂടി അടി ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും പെട്ടും നടന്ന് സത്യം പറയാൻ പുള്ളി കൂട്ടത്തിൽ കൂടി കള്ളു കുടിച്ചെന്നുള്ളേ ഉള്ളൂ. ആ പുള്ളിക്കാരനും 5-6 വർഷം കിടക്കേണ്ടി വന്നു. കാരണം കൂട്ടുപ്രതിയാണ്. അതിനകത്ത് ഗവൺമെൻറ്റിനെ ഒന്നും കോടതിനെ ഒന്നും കുറ്റം പറയാൻ പറ്റുന്നില്ല, കൂട്ടുപ്രതി തന്നെ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വിഷയം അതല്ലോ. ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന ഈ ഒരുപാട് പേരുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സെല്ലിനകത്ത് കിടന്ന് കഴിയുമ്പോഴത്തേനും ആകെപ്പാടെ സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ടാകും. അവർക്ക് മാനസികമായിട്ട് പ്രയാസമുണ്ട്. അപ്പം അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് സത്യത്തെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഈ ചുമ്മാ കിടന്ന ഭൂമി മുഴുവൻ കൃഷിയിടങ്ങളാക്കി. അപ്പോൾ അതിനകത്ത് റബ്ബർ കൃഷിയുണ്ട്, കപ്പയുണ്ട്, മറ്റ് നടുതലകളെല്ലാം ഉണ്ട്. തിരുവനന്തപുരം സെൻട്രലിൻ്റെ ഫ്രണ്ടിൽ
ചെല്ലുവാണെന്നുണ്ടെങ്കിൽ കാണാം അതിനകത്ത് നടത്തിയ കൃഷി സാധനങ്ങൾ വെളിയിലിട്ട് വിൽക്കുന്നു. പറഞ്ഞു മനസ്സിലായോ? അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ രാവിലെ കാപ്പുകൂടിയും കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ സാധാ പണിക്കാരേക്കാൾ കൂടുതൽ പണിയെടുക്കണം അവിടെ. പറഞ്ഞു മനസ്സിലായി? ചുമ്മാ സൂത്രത്തിൽ ഇവിടുത്തെ പോലെ ഒന്നും നടക്കുകയല്ല. ഇവിടെ ഒരു ആൾ 1200 രൂപയ്ക്ക് പണിയെടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ജയിലിൽ കിട്ടുന്ന 560 രൂപ. ഈ 560 രൂപ എന്ന് പറയുന്നത് ഇയാൾക്ക് ഇത്രയും പൈസ കിട്ടുന്നുള്ളത് സത്യമാണ്. അതുപോലെ പണിയെടുക്കുന്നുണ്ട്. പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, കൃഷി പണി ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ജയിലിനകത്ത് വർക്കുകൾ വന്നു കഴിയുമ്പോഴത്തേനും അതിനകത്ത് ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. കാരണം ഇതിനകത്ത് മേസ്ത്രിമാരുണ്ട്, മൈക്കാടുണ്ട്, ടൈലൊട്ടിക്കുന്നവരുണ്ട്, എല്ലാ തരത്തിലുള്ള ആൾക്കാർ ഈ സെല്ലിനകത്തുണ്ട്, ഈ ജയിലിനകത്തുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബം വഴിയാധാരമാണ്. പറഞ്ഞു മനസ്സിലായോ? അവരുടെ കുടുംബം വഴിയാധാരമായി. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ മാർഗവുമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഭാര്യയും മക്കൾ ജയിലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നല്ലൊരു ശതമാനം ജയിലിൽ പോകുന്നവൻ്റെ ഭാര്യമാരെ ചൂണ്ടയിടും. പറഞ്ഞു മനസ്സിലാവും? അവൻ്റെ ഭാര്യയ്ക്ക് ഒന്നും ഒരു സ്ഥലത്ത് പോയി ഒരു ശാലം പൈസ ചോദിക്കാനോ ഒന്നും പറ്റില്ല. അത് ഏകദേശം നിങ്ങൾ ഊഹിച്ചെടുത്തോണ്ടാൽ മതി. അപ്പോൾ സത്യം പറഞ്ഞാൽ സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇവൻ്റെ ഈ 560 രൂപയുടെ കൂലി എന്ന് പറയുന്നത് ഈ വെളിയിലൂടെ നടക്കുന്നവർ 10,000-2000 രൂപയ്ക്ക് പണിയുന്ന അതേ പണി തന്നെ ഇവർ ഈ ജയിലിനകത്ത് ചെയ്യുന്നത്. ഇവർ പോകുമ്പോൾ ന്യായമായിട്ടുള്ളൊരു പൈസ ഉണ്ട്. ആ പൈസയായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭാര്യയുടെ ആവശ്യങ്ങൾക്ക്, പറഞ്ഞു മനസ്സിലായി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ വേണ്ടി സർക്കാർ ചെയ്ത സത്യത്തിൽ ഈ സർക്കാർ കാണിക്കുന്ന ചില പൊട്ടത്തരങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ജനങ്ങളെ അറിയിക്കണം. അത് ഇന്നതാണ്. കാരണം ഇത് ഈ 5-6 കൊല്ലം ജയിലുകളിൽ പ്രാർത്ഥനയ്ക്ക് പോവുകയും മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോവുകയും എനിക്കിത് പെട്ടെന്ന് പിടികിട്ടി. എന്നാൽ ഈ കേരളത്തിലുള്ള ജനങ്ങൾക്കത് മനസ്സിലാകുന്നില്ല സത്യത്തിൽ എന്താ സർക്കാർ ചെയ്തതെന്നുള്ളത്. ഒരു കാര്യം ചെയ്യുമ്പോൾ സർക്കാരിലെ ഞാൻ സത്യത്തിൽ അധികാരികളോടും കൂടി പറയുന്നു, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ജനങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കണം. അത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. സംഗതി ശരിയാണ്. ഇപ്പം തൊഴിലുറപ്പ് സ്ത്രീകൾക്ക് ഇത്ര രൂപ കൊടുക്കുന്നു, അതിനേക്കാൾ ഇത്രയും പൈസ കൂടുതൽ ഈ ജയിലിൽ കിടക്കുന്ന അമ്മർക്ക് തിന്നാനും കൊടുക്കുന്നു. സത്യം പറയട്ടെ, ഞാൻ ഈ ജയിലുകളിൽ പോയിട്ടുള്ള ഒരുപാട് പേര് എനിക്ക് എൻ്റെ കൂട്ടുകാരായിട്ടുണ്ട്. അവരിൽ 90% കയ്യബദ്ധം പറ്റുന്നവരാണ്. ആ പർട്ടിക്കുലർ ടൈമിലുണ്ടാകുന്ന ആ ഒരു പ്രകോപനമാണ്. ആ പ്രകോപനത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ സത്യത്തിൽ ഗവൺമെൻറ് ചെയ്യേണ്ടത്, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അധികാരികൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. ഞാനിത് നിരീക്ഷിച്ചിട്ടുണ്ട്. ജയിൽ വാർഡന്മാരുമായിട്ട് മണിക്കൂറുകൾ സംസാരിച്ചിട്ടുണ്ട്, പല സമയങ്ങളിലായിട്ട് കേട്ടോ. ഒറ്റ ടൈമിലല്ല, പല സമയങ്ങളിലായിട്ട് അവർ നമ്മളോട് വളരെ ഫ്രാങ്കായിട്ട് സംസാരിക്കും. മതപരിവർത്തനത്തിൻ്റെ പേരിലാണ് എനിക്കിപ്പോൾ ലൈസൻസ് തരാത്ത ആട്ടെ, ഞാൻ വേണ്ടെന്നും വെച്ചു. കുറച്ച് പ്രാവശ്യം അതിൻ്റെ പുറകെ നടന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം നടക്കുന്ന ഈ സംഭവത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നതാണ്. എനിക്കറിയാം, ജയിലുകളിൽ അപേക്ഷ വെക്കും ഭർത്താവിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ജയിലിൻ്റെ ഫ്രണ്ടിൽ വന്ന് വെച്ചിട്ട് കുഞ്ഞുങ്ങളെ ആയിട്ട് ഈ സഹോദരിമാർ കുടമറച്ച് നിൽക്കുന്ന കണ്ട് പലപ്പോഴും എനിക്ക് എൻ്റെ ചങ്കിനകത്ത് പ്രയാസം തോന്നുന്നു. ചിലപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ആ സഹോദരിമാർക്ക് സമൂഹത്തിൽ കിട്ടുന്ന, ആ കുഞ്ഞുങ്ങൾക്ക് സമൂഹത്തിൽ കിട്ടുന്ന വില. പറഞ്ഞു മനസ്സിലാവും? ചിലർ കരുതി കൂട്ടി കുറ്റകൃത്യം ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ കൂലി കൂട്ടി കൊടുത്തതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. 100% ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരൊക്കെ സെൻട്രലിൽ കിടപ്പുണ്ട്. അതൊക്കെ ആ ചെറിയ പ്രായത്തിൻ്റെ പേരിൽ അബദ്ധം പറ്റിയതും അല്ലെങ്കിൽ കരുതി കൂട്ടിയാന്നൊക്കെ കൂട്ടിക്കോ. ആ ചെറുപ്പത്തിൻ്റെ പേരിൽ അവസാനം നിങ്ങൾക്ക് കേൾക്കണോ, വാഗമണ്ണിലുള്ള ഒരാൾ 10-18 വയസ്സുള്ളപ്പോൾ ഒരാളെ കൊന്നതാ. കാളവണ്ടിയിൽ പാലായി വരികയും കാളവണ്ടിയിൽ വാഗമണ്ണിന് പോയ കാലമാണെന്ന് ആലോചിക്കണം. ഇപ്പോഴും സെൻട്രലിൽ കിടക്കുന്നതായിട്ട് എനിക്കറിയാം. ആ പുള്ളിക്കാരനെ ഇറക്കാൻ ആരുമില്ല. ആ പുള്ളിക്കാരനെ ആരെയും അറിയത്തില്ല, മാനസിക രോഗിയായിപ്പോയി. പറഞ്ഞു മനസ്സിലായോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വേദനിക്കുന്ന ജീവിതങ്ങളെ ഞാൻ ജയിലുകളിൽ കണ്ടിട്ടുണ്ട്, സബ് ജയിലുകളിൽ. പക്ഷെ ഞാൻ സെൻട്രലിൽ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഈ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, സർക്കാർ ഈ പൈസ കൂട്ടിക്കൊടുത്തത് 100% അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ഈ ജയിലിൽ കിടക്കുന്നവൻ്റെ ഭാര്യയും മക്കളും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സത്യത്തിൽ ഈ പൈസ സർക്കാർ കൊടുക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആ ശിക്ഷാകാലം തീരുന്നിടം വരെ അവൻ ആ ജയിലിനകത്ത് കടന്നേ പറ്റുള്ളൂ. അപ്പോൾ അവൻ്റെ ഭാര്യയും മക്കളും ഒക്കെ എന്ത് ചെയ്യും? അവൻ്റെ അമ്മ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പലരും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും 99.9% കയ്യബദ്ധത്തിൽ പറ്റുന്ന സംഭവങ്ങളാണ്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം ജനങ്ങൾ ഈ രീതിയിൽ അത് മനസ്സിലാക്കണമെന്ന് ഞാൻ
അഭ്യർത്ഥിക്കുന്നത്. ഇതിൻ്റെ പേരിൽ ഇത് കേൾക്കുന്നവർ നിങ്ങൾ പറ്റുമെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കും കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് ജയിലിൽ കിടക്കുന്ന, ഒന്നും കൂടെ പറയണം, ജയിലിൽ കിടക്കുന്നവരുടെ ഭാര്യമാർക്കും കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും അപ്പനും ഒക്കെ ആയിട്ട് കൊടുക്കുന്ന ഈ പൈസയാണ്. പറഞ്ഞു മനസ്സിലായോ? ഇവർ ഈ ജയിലിൽ ചെയ്യുന്ന പണി പുറത്താണ് ചെയ്യുന്നെങ്കിൽ 12,000 രൂപ കിട്ടും. അറിയോ? അവരൊരു കുറ്റകൃത്യം അവരുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയ, അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു സാഹചര്യത്തിലായി പോയെന്നും കൊണ്ട് അവരും മനുഷ്യരല്ലേ, അവരെ നമ്മൾ സ്വീകരിക്കേണ്ട. അവരെ എന്നാത്തിന് ജയിലിൽ ഇട്ടിരിക്കുന്നത്? അവർക്ക് നല്ല നടപ്പ്, നല്ല മനസ്സോടുകൂടി നല്ല മനുഷ്യരായി പുറത്തു വരാൻ വേണ്ടിയിട്ടല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.